ഇപ്പോ ഒരുപാട് ബെറ്റർ ആയല്ലോ. അത് ഐസിയുന്ന് ഇങ്ങോട്ട് വന്നല്ലോ, അതാ കാരണം. പക്ഷേ കൃഷ്ണ ഐസിയുൽ വെച്ച് ഞങ്ങളെ കുറെ കഷ്ടപ്പെടുത്തി അല്ലേ നവീൻ? നവീൻ, 1-2 ടെസ്റ്റിന്റെ റിസൾട്ടും കൂടി വരാനുണ്ട്. അത് ഇന്ന് തന്നെ വരികയാണെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് തോന്നുന്നു. സിസ്റ്ററെ, ആ റിസൾട്ടിന്റെ കാര്യം ലാബിലൊന്ന് ചോദിക്കണം. ശരി, എന്നിട്ടൊരു തീരുമാനം എടുക്കാം. ഓക്കെ. ഓക്കെ ഗാഥ. ഡിസ്ചാർജ് ആയാലും കുറച്ചു ദിവസം വീട്ടിൽ റെസ്റ്റ് എടുക്കണം കേട്ടോ. ഡിസ്ചാർജിന് മുൻപ് ക്യാബിൽ വന്ന് എന്നെ ഒന്ന് കാണണം. ഈ പ്രാർത്ഥനകൾക്കൊക്കെ നല്ല ഫലമുണ്ട് കേട്ടോ. ആരുടെ പ്രാർത്ഥന? മുത്തശ്ശിയുടെ, അച്ഛൻ്റെ, അമ്മയുടെ. അവരെപ്പോഴും ഈശ്വരൻ എന്നുള്ള വിളി മാത്രം. പിന്നെ തൻ്റെ തങ്കം ഒന്ന് ചാരിയിരുന്ന് ഉറങ്ങിയാൽ പോലും ചുണ്ടിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അവർ പ്രാർത്ഥനയാണ്, എനിക്കറിയാം. ആരാ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? നവീൻ പ്രാർത്ഥിച്ചോ? തനിക്കെന്ത് തോന്നുന്നു? പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കാരണം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നതല്ലേ നവീൻ. എനിക്ക് എപ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ്. എന്താ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ദൈവത്തിന് ചിലപ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. എൻ്റെ പ്രാർത്ഥന ഒരു മിക്സ്ഡ് വേഷനാണ്. മലയാളം പറഞ്ഞിട്ട് പിന്നെ ബാക്കി കിട്ടാതാവുമ്പോൾ അത് ഇംഗ്ലീഷാവും, പിന്നെ തമിഴോ ഹിന്ദിയോ. വേറെന്താ എനിക്ക് ചെയ്യാൻ പറ്റുക? കൂടെ നടക്കുന്ന പെണ്ണ് ഭാഗ്യവതിയായിരിക്കണമെങ്കിൽ അവളുടെ പുരുഷൻ ഇതുപോലെ ഇരിക്കണം. പക്ഷേ അതിനവള് ഭാഗ്യവതിയായിരിക്കണം. അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ? ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതല്ലോ, പൊതുവെയുള്ള കാര്യം പറഞ്ഞതല്ലേ. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. തിരിച്ച് കളറിക്കിലേക്ക് ചെന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് കുറേ നേരം ഇങ്ങനെ സംസാരിക്കണം. സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ജീവിക്കണ്ടേ നമുക്ക്?